അച്ഛാ ചായ. രാജേട്ടാ, നീ എങ്ങോട്ടാ? ഞാൻ ജാനി ചേച്ചിയുടെ വീട് വരെ പോയിട്ട് വരാം. ശരി. വണ്ടി നിർത്ത. അങ്ങോട്ട് നോക്കി. തളർവാദം പിടിപെട്ടതിന് ശേഷം വലിയ കഷ്ടമായിരുന്നു. ജാനി ചേച്ചിയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ മുതലാളിയുടെ വീട്ടിൽ ജോലിക്ക് പോയത്. പേടിക്കണ്ട, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ. സുഖമില്ലാതെ കിടക്കുന്ന നിന്റെ അച്ഛനെ സഹായിക്കാൻ ആരുമില്ലല്ലോ. ഇനി മുതൽ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിക്കും. എന്റെ ഒരേ ഒരു ആഗ്രഹം സാധിപ്പിച്ചു. എന്തൊരു ശക്തി! എന്നെപ്പോലെ പാവപ്പെട്ട ഏതൊരു പെൺകുട്ടിയും അയാളുടെ വാക്കുകളിൽ വീണു പോകുമായിരുന്നു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി എന്റെ മനസ്സും ശരീരവും സൂക്ഷിക്കണമായിരുന്നു. ഗോപിയേട്ടൻ അച്ഛന്റെ കൂട്ടുകാരന്റെ മകനാ. അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായി. ഇടയ്ക്കിടെ അച്ഛനെ എന്നെയും കാണാൻ വേണ്ടി ഗോപിയേട്ടൻ ഇവിടെ വരും. വന്നാലും ഗോപിക്ക് തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാവില്ലല്ലോ. ജോലി തേടി വന്ന അമ്മാവന്റെ മകനും കൂട്ടുകാരനാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നെ നല്ലോണം മനസ്സിലാക്കിയ ഗോപിയേട്ടൻ തെറ്റിദ്ധരിക്കുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ എന്താ? രാജുവേട്ടനോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും പറയൂ. ഗോപിയേട്ടൻ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ്. ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വഴിക്ക് വരാറുണ്ട്. എപ്പോഴാണ് ഇങ്ങോട്ട് വരാറ്? രാത്രി മാത്രമേ വരാറുള്ളൂ. ആനയുടെ കാര്യമല്ല ചോദിച്ചത്, ഗോപിയുടെ കാര്യമാണ്. എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങളെ കണ്ട് മനസ്സിലായാലോ എന്ന് പേടിച്ചാണ് ഞാൻ പറഞ്ഞത്. വന്നാ തന്നെ കണ്ണിൽ പെടാതിരിക്കാൻ 1-2 ദിവസത്തേക്ക് മാറിയാ മതി. ആനയെ വരട്ടി ഓടിക്കുക.
രാമു ഇറങ്ങിയോ? ഓ, നല്ല ഉറക്കമാണ്. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും. ഉം.